എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കർക്കിടക സ്പെഷ്യൽ എന്നും പറയാം. നമുക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണ്ടേ. അങ്ങനെ ചെറുപയറും പച്ചരി വെച്ചിട്ടുള്ളൊരു കഞ്ഞി മാതിരി, എന്നാൽ കഞ്ഞിയല്ല, അങ്ങനെ സ്പെഷ്യലാണ്. ചെറുപയർ പരിപ്പാണ്. അതിന് നല്ല വറുക്കണം, നല്ല വറുത്തെടുക്കുക. ആദ്യം അരി കുതിരാൻ വെച്ചിട്ടുണ്ട്. പച്ചരി ചെറുപയർ പരിപ്പും രണ്ടും വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല വറവാവട്ടെ. ഒരു നല്ല വറുത്തു. ഇതാ കണ്ടോ, ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, 3/4 ഗ്ലാസ് പരിപ്പ് ഇടുന്നുണ്ട്. പച്ചരിയാണ്, വീണ്ടും പറയുകയാണ്. നല്ല കഴുകി ക്ലീനാക്കി കൊടുന്നു. നമുക്ക് നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുക്കാം. പെട്ടെന്നാവട്ടെ നമുക്ക്. അപ്പോൾ പാകത്തിനുള്ള വെള്ളം കുറച്ച് അധികം ആയിക്കോട്ടെ, കുഴപ്പമില്ല, കമ്മിയാണ് വരുത്. അപ്പോൾ ചെറുപയറും അരി നല്ല കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തു. ചെറുപയർ വറുത്തിട്ടുണ്ട്, കാണിച്ചു. നല്ല വറക്കണം, നല്ല മണം വരണമായിരിക്കും. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കഴുകി വെച്ചിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തു. നെയ്യ് 1 സ്പൂണോ 2 സ്പൂണോ എത്ര മനുഷ്യൻ നമുക്ക് ഇടാം. 3 സ്പൂൺ വേണമെങ്കിൽ ഇടാം. അപ്പോൾ അങ്ങനെ 1.5 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. പിന്നെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ജീരകം, ചെറിയ ജീരകമാണ് 1 സ്പൂൺ ഇടുന്നുണ്ട്. ചെറിയ ജീരകം നമുക്ക് അരച്ച് കൊടുക്കാം, വേവിക്കാൻ വയ്ക്കാം. നല്ല വെന്ത് വരാൻ 2-3 വിസിലൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നല്ല വെന്തു. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലൊരു കഞ്ഞിയല്ല, ചോറ് അല്ലാത്തൊരു പാകത്തിൽ വരും. നമുക്ക് വെള്ളം കൂട്ടണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ വെച്ചാൽ അടിപൊളിയാണ് ടേസ്റ്റ്. ഉണ്ടെങ്കിൽ ഒഴിക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ചട്ടി വെച്ചു, കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യ് 2 സ്പൂണോ 3 സ്പൂണോ വേണം, പറഞ്ഞില്ല, കൂട്ടിയ ടേസ്റ്റ് കൂടും. നെയ്യ് ഒഴിച്ചു, കുരുമുളക് ഇട്ടു, അണ്ടിപ്പരിപ്പിട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും 3 ഇടാണ്ട്. അത് ഇല്ല, ഇപ്പോൾ തൽക്കാലം ഇല്ല, ഇപ്പോൾ ഇട്ടിട്ടില്ല. കുരുമുളക്, ഇഞ്ചി, അണ്ടിപ്പരിപ്പ്, അതൊക്കെ നമുക്ക് അണ്ടിപ്പരിപ്പ് തോനിടാൻ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ വേവിച്ച് വെച്ച നമ്മുടെ അരിയും പയറും ഇതിലേക്ക് ഒട്ടി കൊടുക്കാം. ഞാൻ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്, 1 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. പാലില്ലാണ്ടും കഴിക്കാം, അത് വേറെ ടേസ്റ്റാവും. പാൽ ഒഴിച്ചാൽ വേറെ ടേസ്റ്റാവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മറിക്കാം. ഇതിന് പൊങ്കൽ എന്നും പറയും. പച്ചരിയും ചെറുപയർ പരിപ്പും ഉണ്ടാക്കുന്ന ഒരു പൊങ്കൽ അങ്ങനെയും പറയും. അപ്പോൾ ആയി സെറ്റാക്കി. മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളക് ഇടാം, 2 പച്ചമുളക് അരിഞ്ഞിടാം. പക്ഷേ ഇട്ടിട്ടില്ല. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, ടേസ്റ്റിയായ ഒരു രാവിലത്തെ ആണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചമ്മന്തി, തേങ്ങയും ചുട്ടമുളകും ചമ്മന്തി, തേങ്ങയും മുളകും ചമ്മന്തി, വേറൊന്നും ഇട്ടിട്ടില്ല. അടിപൊളി ടേസ്റ്റാണ്. സാമ്പാർ ഒഴിച്ചും കഴിക്കാം.